തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പരിശോധനയുമായി പോലീസ്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTVകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മെമ്മറി കാർഡ് കാണുന്നില്ല. അല്ല, താൻ എന്തുവാടോ ഈ പറയുന്നേ? ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? കേടല്ല, കാണുന്നില്ല. ഞാനിപ്പോ വരാവേ. കേടല്ല, കാണുന്നില്ല. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ എന്തിനാ ഞെട്ടണേ? എനിക്കിത് നേരത്തെ അറിയായിരുന്നു. മേയറും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ തിടുക്കപ്പെട്ട് റിപ്പോർട്ട് വേണ്ടെന്ന് ഗതാഗത മന്ത്രി. മേയറിന്റെ ഭർത്താവ് MLA ആണ്, അവരുടെ അമ്മ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. പിന്നെ മേയറിന്റെ കുടുംബത്തിനുമുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. അല്ല, കുറുകെ കിടക്കുന്ന അതെനിക്കറിയില്ല. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഇത്രയധികം ചർച്ചയായ ഒരു വിഷയം കണ്ണിന് മുന്നിൽ വെച്ച് അത് അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. വെച്ചൊരു പള 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 പള